ദേവികുളം സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിന്റെ മുന്നിൽ 7 കുടുംബങ്ങളുടെ രാപ്പകൽ സമരം. തങ്ങൾക്ക് താമസിക്കുവാൻ സ്ഥലം വേണമെന്ന ആവശ്യം ഉയർത്തിയാണ് കുടുംബങ്ങൾ സമരം ചെയ്യുന്നത്. സമരത്തിന് പിന്തുണയുമായി BJP പ്രവർത്തകരും രംഗത്തുണ്ട്. 2024 ജൂൺ 25 പെയ്ത കനത്ത മഴയെ തുടർന്ന് മൂന്നാർ ലക്ഷം നഗറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ ഒരാൾ മരണപ്പെട്ടിരുന്നു. തുടർന്ന് ഇവിടെ അപകട സാധ്യത നേരിട്ട കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. എന്നാൽ മഴ മാറി ക്യാമ്പിൽ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയപ്പോൾ പുനരധിവാസം ഉറപ്പാക്കാതെ മാറില്ലെന്ന നിലപാടിൽ ഈ കുടുംബങ്ങൾ പ്രതിഷേധവുമായി മൂന്നാർ ടൗണിൽ സമരം നടത്തി. തുടർന്ന് അധികൃതരെത്തി പുനരധിവാസം വേഗത്തിലാക്കാമെന്ന് ഉറപ്പ് നൽകി പ്രതിഷേധം അവസാനിപ്പിച്ചു. 1 വർഷം പിന്നിട്ടിട്ടും അധികൃതർ പറഞ്ഞ വാക്ക് പാലിക്കാതെ വന്നതോടെ കഴിഞ്ഞ ദിവസം മൂന്നാർ MG നഗറിന് സമീപം സർക്കാർ ഭൂമിയിൽ 7 കുടുംബങ്ങൾ ഷെഡ് വെച്ച് താമസം തുടങ്ങി. സംഭവം അറിഞ്ഞെത്തിയ സ്പെഷ്യൽ തഹസിൽദാരും സംഘവും ഷെഡുകൾ പൊളിച്ചു നീക്കി കയ്യേറ്റം ഒഴിപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് കുടുംബങ്ങൾ ഇപ്പോൾ തഹസിൽദാർ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. முருகன் கோயில் எங்களை கேம்பில் போட்டிருந்தாங்க. அதுக்கப்புறம் தொடர்ந்து வருஷம் மழை வரும்போதெல்லாம் எங்களை கேம்பில் தான் இருக்க சொன்னாங்க. போன வருஷம் நாங்கள் கேம்பில் இருந்து போராட்டம் பண்ணும்போது எம்எல்ஏ ராஜா எம்எல்ஏ உங்களுக்கு இடம் கொடுக்குறோம், 3 மாசத்துல உங்களுக்கு இடம் கொடுக்குறோன்னு சொன்னாங்க. அப்பவும் இந்த அண்ணன் சொன்னாங்க, நீங்க எந்திக்காதீங்க, நீங்க போராடுங்க சொன்னாங்க. நீங்க போராடுங்க, நாங்க இருக்கோம் அப்படின்னு. கூட உள்ளவங்க யாருமே கேட்காம அந்த പോരാട്ടത്തെ നിപ്പാട്ടിട്ട് എണിച്ചിട്ടാങ്ക. ഇതുവരെയ്ക്ക് മറുപടിയും മഴ വരപ്പോത് ഇതുവരെയ്ക്ക് എங்களுக்கு എതുമേ கிடையாது. സമരത്തിന് പിന്തുണയുമായി BJP പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. വൻകിട കയ്യേറ്റങ്ങൾക്ക് റവന്യൂ അധികൃതർ അനുവാദം നൽകുന്നുവെന്നും അതിനാൽ സമരം ശക്തമാക്കുമെന്നും ഇവർ പ്രതികരിച്ചു. MG കോളനിയിൽ താമസിച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിരിക്കുകയാണ്. ഇവിടെ വൻകിട കയ്യേറ്റക്കാരെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഭൂമിയും വീടുമില്ലാത്ത പാവങ്ങൾ ഷെഡിൽ കിടന്നുറങ്ങിയവരെ ഷെഡ് പൊളിച്ചു മാറ്റി നടു റോഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഇവിടുത്തെ സാഹചര്യം. എല്ലാ വർഷവും ക്യാമ്പിൽ പോയി കിടക്കുന്ന 7 കുടുംബങ്ങളെയാണ് ഈ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP ശക്തമായി പ്രതികരിക്കുകയാണ്. അതേസമയം സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് റവന്യൂ അധികൃതർ. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. ലഡു എടുക്കുന്നില്ലേ? ഇല്ല, ഷുഗർ ഉണ്ടേ. എനിക്കെല്ലാം നോർമലാന്നേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ബേബി ഉണ്ടല്ലോ. ബേബി വേറൊന്നും അല്ലെന്നേ, ഞങ്ങളുടെ തൊടുപുഴയിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അവിടുത്തെ ന്യൂറോ ഡോക്ടർ ഉള്ളത് കൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നേ. ഇവളുടെ വിട്ടുമാറാത്ത മുട്ടുവേദന, ഇവളുടെ അമ്മാവന്റെ സ്പൈൻ സർജറി, ഈ കൊച്ചിന്റെ ശ്വാസം മുട്ടല് എല്ലാം BMH ഉള്ളത് കൊണ്ടാണ് മാറിയത്. കൊള്ളാലോ BMH. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാ കിലോമീറ്ററോളം പോകേണ്ടി വന്നിരുന്ന പഴയ ഇടിക്കല്ലേ ഇപ്പോ. അച്ചായ, മോളെ ഞങ്ങൾക്ക് എങ്ങനെ തന്നേക്ക്, ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. നിങ്ങൾ ഇടുക്കിക്കാരെ BMH നോക്കുന്നത് പോലെ. അങ്കിളെ, ഇതാ നമ്പർ. അതെ, ഇത് ചേച്ചിയുടെ നമ്പർ അല്ല, ഇത് BMHലെ നമ്പറാ. ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു ചേച്ചി. അത്യാധുനിക ചികിത്സ കുറഞ്ഞ ചെലവിൽ ഇടുക്കിക്കൊപ്പം ഞങ്ങളുമുണ്ട്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ.